രാസവള മന്ത്രാലയത്തിന്റെ നിയമപരമായ നിർദ്ദേശം അവഗണിച്ച രാസവള കമ്പനികൾ കർഷകർക്ക് ആവശ്യമില്ലാത്ത വളങ്ങളും കീടനാശിനികളും അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആഗ്രോ ഇൻപുട്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കരൻ. കർഷകർക്കാവശ്യമായ രാസവളം യഥാസമയം എത്തിക്കാത്തതുമൂലം വ്യാപകമായ കൃഷിനാശമാണ് സംഭവിക്കുന്നതെന്നും സുബി ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ വ്യാപാരികൾ, കേരളത്തിൽ മൊത്തമുള്ള വ്യാപാരികളുടെ കടകളിൽ ഇവർ കെട്ടിയേൽപ്പിച്ച നാനോ യൂറിയ അടക്കമുള്ള വളങ്ങൾ കാലാവധി കഴിഞ്ഞത് ആയിരക്കണക്കിന് ലിറ്ററാണ് കെട്ടിക്കിടക്കുന്നത്. അതുപോലെ കമ്പോസ്റ്റ് വളം ഓർഗാനിക് മാനുവർ എന്ന രീതിയിൽ FACT തന്നെ കോയമ്പത്തൂര് ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ആ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന, അന്യസംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സിറ്റി വേസ്റ്റ് കമ്പോസ്റ്റ് പ്രോസസ്സ് ചെയ്തത് FACT ചാക്കിൽ കൊടുത്ത് ഫാക്ട് ഓർഗാനിക് മാനുവർ എന്ന ബ്രാൻഡിൽ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു. ഈ സാധനം ഞങ്ങളുടെ ബില്ല് ഈ കോയമ്പത്തൂർ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഞങ്ങൾക്ക് അവർ FACTക്ക് കൊടുക്കുന്ന ബില്ല് ഞങ്ങളുടെ കൈവശം കിട്ടി. 2 രൂപ ചില്ലറ പൈസയ്ക്കാണ് 1 കിലോ വളം അവർ FACTക്ക് കൊടുക്കുന്നത്. ആ സാധനം കൃഷിക്കാർക്ക് 6 രൂപയ്ക്കാണ് FACT വിൽക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഗുണമേന്മയില്ലാത്ത സാധനം അന്യസംസ്ഥാനത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തുകൊണ്ട് മാലിന്യ സംസ്കരണവും വേസ്റ്റ് നിർമ്മാർജ്ജനവും ഒക്കെ നമ്മുടെ ഭാഗത്തുമുണ്ട്. FACT ഈ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്ന ഈ സാധനം അവരുടെ ബ്രാൻഡ് ചാക്കിലാക്കി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഗുണനിലവാരമില്ല. കൊല്ലങ്കോട് തന്നെയുള്ള ഒരു കർഷകൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ പരാതി, ഇത്തരത്തിൽ വാങ്ങിയ വളം അത് കൃഷിക്കിടാൻ വേണ്ടി കൈയിട്ടപ്പോൾ കയ്യിൽ കുപ്പിച്ചില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഗുണമേന്മയില്ലാത്ത വളം, അന്യായമായ ലാഭം 3 ഇരട്ടി, 2 രൂപയ്ക്കുള്ള സാധനം 6 രൂപ വിലയ്ക്ക് ഈ കർഷകർക്ക് കൊടുക്കുമ്പോഴും വ്യാപാരികൾക്ക് കിട്ടുന്ന ഒരു ചാക്ക് വിറ്റാൽ 10-20 രൂപയാണ്. ഈ പൊട്ടാഷ് അടക്കമുള്ള IPL അടക്കമുള്ള MFL, SPIC അടക്കമുള്ള കമ്പനികളെല്ലാം ഈ രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. കർഷകർക്കേറെ ആവശ്യം വരുന്ന ഫാക്ടംഫോസ്, യൂറിയ, പൊട്ടാഷ് കോംപ്ലക്സ് തുടങ്ങിയ വളങ്ങൾക്കൊപ്പമാണ് കർഷകർക്ക് അനാവശ്യമായ വളങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. 2012 സ്റ്റാർട്ട് മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായാണ് ഫാക്ട് ഉൾപ്പെടെയുള്ള രാസവള കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഗുണമേന്മയില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ വളങ്ങളാണ് കർഷകരെ അടിച്ചേൽപ്പിക്കുന്നത്. കോയമ്പത്തൂരിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും വാങ്ങി ഫാക്ട് സ്വന്തം ബ്രാൻഡ് ചാക്കിലാക്കിയാണ് കമ്പോസ്റ്റ് വളം കർഷകരെ അടിച്ചേൽപ്പിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും 3 രൂപയിൽ താഴെ വില നൽകി ഫാക്ട് വാങ്ങുന്ന കമ്പോസ്റ്റ് 6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കേരളത്തിൽ എമറൽഡ് വളം നൽകാതെ ഫാക്ട് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉത്തരേന്ത്യയിലേക്ക് വളം കയറ്റി അയക്കുകയാണ്. രാസവള കമ്പനികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ വെച്ച് പ്രധാനമന്ത്രി, രാസവള മന്ത്രാലയം, മുഖ്യമന്ത്രി, MP-മാർ, രാസവള പ്രതിനിധികൾ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. വൻതോതിൽ കേന്ദ്ര സബ്സിഡി കൈപ്പറ്റിയ കർഷകദ്രോഹ നയമാണ് രാസവള കമ്പനികൾ നടപ്പിലാക്കുന്നതെന്നും സുബി ഭാസ്കരൻ പറഞ്ഞു. കർഷകരായ K. ശിവാനന്ദൻ, C. വിജയൻ, C. പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.